ചേരുന്നുണ്ട്. ചെങ്കോട്ടയിൽ ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് വിനീത VG ഉണ്ട്. വിനീത, എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? ദിലീപ് കുമാർ, ഇപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ മേഖലയിൽ തന്നെ തുടരുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ദിലീപ് കുമാർ നേരത്തെ സൂചിപ്പിച്ച ആ സ്ഫോടനമുണ്ടായ മേഖലയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ആ വെളുത്ത ബാരിക്കേഡിന് അതാണ് ആ സ്ഫോടനമുണ്ടായ സ്പോട്ട്. അവിടെ പൂർണ്ണമായും വെളുത്ത ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് മറച്ചിരിക്കുകയാണ്. അതിനുള്ളിലാണ് ഉദ്യോഗസ്ഥരുള്ളത്. ഇന്നലെ രാത്രി മുതൽ തന്നെ വിവിധ അന്വേഷണ ഏജൻസികൾ, വിവിധ അന്വേഷണ സംഘത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തുകയും അവർ ഈ മേഖലകളിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ NIA പ്രത്യേക സംഘം കൂടി ഇവിടെ ാണ്. അവർ ഇതിനുള്ളിൽ തന്നെ തുടരുകയാണ്. ഇന്ന് രാവിലെ DCPയുമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് അന്വേഷണവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ അന്വേഷണത്തിന്റെ നിർണായക വിവരങ്ങൾ ഇപ്പോൾ നിലവിൽ വെളിപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും, എല്ലാ വശങ്ങളും വളരെ കൃത്യമായി തന്നെ ഞങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഈ സ്ഫോടനമുണ്ടായ കാറിൽ നിന്ന് ഒരു ബോഡി ലഭിച്ചിട്ടുള്ളതായിട്ടുള്ളൊരു സൂചനയുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മേഖലകൾ ദിലീപ് കുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കാണുന്ന ഈ സ്ഫോടനമുണ്ടായ മേഖലയിൽ നിന്ന് ഏതാണ്ട് വളരെ അടുത്താണ് ഈ ചാന്ദിനി ചൗക്ക് ഉള്ളത്. ചാന്ദിനി ചൗക്കിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിലെ പുരാതനമായിട്ടുള്ള ഒരു ഷോപ്പിംഗ് ഏരിയയാണ്. നിരവധി ആളുകളൊക്കെ വൈകുന്നേരങ്ങളിൽ അവിടെ എത്തിച്ചേരാറുണ്ട്. ഒപ്പം നമുക്ക് മറുവശത്തായി കാണാൻ കഴിയുന്നത് ഒരു മസ്ജിദ് ഉണ്ട്, ജുമാ മസ്ജിദ് ഉണ്ട്. അതിന് മറുവശത്തായി ഒരു അമ്പലമുണ്ട്. നമുക്ക് ചെങ്കോട്ട ഒരു വശത്ത് കാണാൻ കഴിയുന്നുണ്ട്. മെട്രോ സ്റ്റേഷന്റെ ഗേറ്റ് നമ്പർ 1 ഈ സ്ഫോടനമുണ്ടായ മേഖലയ്ക്ക് സമീപമാണ്. ഇങ്ങനെ വളരെയധികം ആളുകൾ എത്തുന്ന, എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകൾ വൈകുന്നേരങ്ങളിലൊക്കെ എത്തുന്ന ഒരു സുപ്രധാനപ്പെട്ട മേഖലയിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ആ സിഗ്നൽ കാണാൻ കഴിയുന്നുണ്ട്. ആ സിഗ്നലിന് സമീപത്തേക്ക് എത്തിയപ്പോഴാണ് ഈ വാഹനത്തിൽ, ഈ കാറിൽ സ്ഫോടനം നടന്നത്. വാർത്തയിലേക്ക് ഇപ്പോൾ ഉടനെത്താം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.